ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ, എൽനിനോ, ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ്, സമുദ്ര ലക്ഷ്മണ, ഇന്റർ ഗവൺമെന്റൽ പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം സർവീസസ്, ഡെവലപ്മെന്റ് ഓഫ് അഗലഗ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യയെക്കുറിച്ചാണ്. ഈ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പേടിഎം പേയ്മെൻറ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ട് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിന് മണി ലോണ്ടറിങ് റൂൾസിനെ വയലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരു 5 കോടി രൂപ ഫൈൻ ഇട്ടതായിട്ടുള്ള ന്യൂസ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2004 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു അതോറിറ്റിയാണെന്ന് മനസ്സിലാക്കുക. ഇത് ഇന്ത്യയുടെ ഒരു സെൻട്രൽ നാഷണൽ ഏജൻസി റെസ്പോൺസിബിൾ ഫോർ റിസീവിംഗ്, പ്രോസസ്സിംഗ്, അനലൈസിംഗ് ആൻഡ് ഡിസെമിനേറ്റിംഗ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു suspected financial transaction to enforcement agencies and foreign financial intelligence units under the Prevention of Money Laundering Act 2002 ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അത്തരത്തിലുള്ള സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അത് ഡിസെമിനേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങൾ മറ്റുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഫോറിൻ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റുകൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2004 സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ നാഷണൽ ഏജൻസിയാണിതെന്ന് മനസ്സിലാക്കുക. ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ കീഴിലാണ് ഈ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. ഇത് ഡയറക്റ്റായിട്ട് എക്കണോമിക് ഇൻ്റലിജൻസ് കൗൺസിൽ, ഫിനാൻസ് മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന എക്കണോമിക് ഇൻ്റലിജൻസ് കൗൺസിലിനോടാണ് ഇവർ ആൻസറബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എൽനിനോയെ കുറിച്ചാണ്. എൽനിനോ എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ എൽനിനോനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8 അവരൊരു ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദിസ് സമ്മർ ബ്രേസ് ഫോർ എബോവ് നോർമൽ മാക്സ് ടെമ്പറേച്ചേഴ്സ്, പ്രൊലോങ്ഡ് ഹീറ്റ് വേവ്സ്. IMD അല്ലെങ്കിൽ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വാർണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ന്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പ്രാവശ്യം നമുക്കറിയാം ഇന്ത്യയുടെ നോർമലി കാണുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണിനകത്ത് വലിയ ഇതിലുള്ള ഡിസ്റപ്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇന്ത്യയിൽ സമ്മർ ഹീറ്റും കൂടുതലായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഇന്ത്യൻ ഓഷൻ ഡൈപോളിനകത്തും അതുപോലെ തന്നെ എൽനിനോയും വന്നതാണ് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എൽനിനോനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എൽനിനോ എന്ന് പറയുന്നത് ഒരു ക്ലൈമാറ്റിക് ഫിനോമിനയാണെന്ന് അതിനെ അറിഞ്ഞിരിക്കുക. ഇതിന് എൽനിനോ എന്നുള്ളതിൻ്റെ ശരിക്കുള്ള ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ലിറ്റിൽ ബോയ് എന്നാണ്. ഇതൊരു ക്ലൈമാറ്റിക് പാറ്റേൺ ആണ്. അത് അൺയൂഷ്വൽ ആയിട്ട് ഈസ്റ്റേൺ ട്രോപ്പിക്കൽ പസഫിക് ഓഷനിലുള്ള വെള്ളം, സർഫസ് വാട്ടർ ചൂടാകുമ്പോഴാണ് ഈ എൽനിനോ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എൽനിനോ സദേൺ ഓസിലേഷൻ അല്ലെങ്കിൽ എൻസോ എന്ന് പറയുന്നതിൻ്റെ ഒരു വാം ഫേസ് ആണ് എൽനിനോ എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ ഓഷ്യൻ ടെമ്പറേച്ചറിനെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഓഷ്യാനിക് കറൻസിൻ്റെ കോഴ്സിനകത്തോ അല്ലെങ്കിൽ ഏഷ്യാനിക് കറൻസിൻ്റെ സ്പീഡിനകത്തൊക്കെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ് എൽനിനോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റൽ ഫിഷറീസിനെയും ലോക്കൽ വെതറിനെയും, അതായത് ഓസ്ട്രേലിയ തൊട്ട് സൗത്ത് അമേരിക്ക വരെയുള്ള ഏരിയാസിലുള്ള ലോക്കൽ വെതറിനെയൊക്കെ വലിയ രീതിയിൽ എൽനിനോ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഈ എൽനിനോക്ക് കൃത്യമായിട്ട് ഒരു റെഗുലാരിറ്റി ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഈവൻ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ കുറിച്ച് പോലും ഇപ്പോൾ ലോകത്തിലെ മൊത്തത്തിലുള്ള ഈ എൻവയോൺമെന്റലിസ്റ്റുകളോ അല്ലെങ്കിൽ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ എൽനിനോയുടെ കേസിലും അങ്ങനെ തന്നെയാണ് പറയുക. ഇതൊരു ഇറഗുലർ ആയിട്ടുള്ള ഫിനോമിനയാണെന്ന് മനസ്സിലാക്കുക. സാധാരണഗതിയിൽ 2 വർഷം മുതൽ 7 വർഷം വരെയുള്ള ഗ്യാപ്പുകളിലാണ് എൽനിനോ സംഭവിക്കാറുള്ളത്. പക്ഷെ അതൊരു ഫിക്സ്ഡ് ഗ്യാപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനൊരു റെഗുലർ സൈക്കിൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എൽനിനോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഏരിയാസിലൊക്കെയുള്ള സീസണലായിട്ടുള്ള റെയിൻഫോളിനെ വലിയ ഇതിൽ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. എസ്പെഷ്യലി ഇന്ത്യയിലെ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ വലിയ ഇതിൽ വീക്കൺ ചെയ്യും. അപ്പോൾ അത് കാരണം നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഡ്രോട്ട് പോലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണമാകും എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ് ആണ്. ഈ ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 ഒരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു നോൺ താരിഫ് ഇമ്പോർട്ട് ബാരിയർ ആണ് അല്ലെങ്കിൽ ട്രേഡ് ബാരിയർ ആണെന്ന്
മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈസൻസ് ഇല്ലാത്ത ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ലൈസൻസ് ഇല്ലാത്ത പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും ഒക്കെ നിർത്തിവെക്കുന്ന അല്ലെങ്കിൽ അതിനെ റദ്ദാക്കുന്ന ഒരു നോൺ ടാരിഫ് ട്രേഡ് ബാരിയർ ആണ് ഈ ക്വാളിറ്റി കൺട്രോൾ ഓർഡർ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി അതിൻ്റെ ഈ BISൻ്റെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും ഇങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലാക്കി. ഇത് സാധാരണഗതിയിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യാറുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നതിനും സെല് ചെയ്യുന്നതിനും മുമ്പായിട്ട് അവർ മീറ്റ് ചെയ്യേണ്ട ഒരു മിനിമം സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റി മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യപ്പെടാറുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് BISൻ്റെ അടുത്തു നിന്നുള്ള ലൈസൻസിങ് ഒക്കെ മാൻഡേറ്ററി ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സമുദ്ര ലക്ഷ്മണ എന്ന് പറയുന്നതാണ്. സോ ഈ സമുദ്ര ലക്ഷ്മണ എന്ന് പറയുന്നത് ഇന്ത്യക്കും മലേഷ്യക്കും ഇടയിൽ നടക്കുന്ന ഒരു മാരിടൈം എക്സസൈസ് ആണ്, അല്ലെങ്കിൽ ഒരു നേവൽ എക്സസൈസ് ആണെന്ന് മനസ്സിലാക്കുക. ബൈലാറ്ററൽ നേവൽ എക്സസൈസ് ആണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യക്കും മലേഷ്യക്കും ഇടയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും വെസ്റ്റേൺ പസഫിക്കിലുമായിട്ടാണ് ഈ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് നേവീസിൻ്റെ ഇടയിലുള്ള ഇൻ്റർ ഓപ്പറബിലിറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് ഫേസുകളായിട്ടാണ്. ഇതിനകത്തൊരു ഹാർബർ ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സീ ഫേസും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്റർ ഗവൺമെന്റൽ പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം സർവീസസ് ആണ്. സോ ഇന്റർ ഗവൺമെന്റൽ പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം സർവീസസ് എന്ന് പറയുന്നത് ഇതൊരു ഇൻഡിപെൻഡന്റ് ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ്. ഇത് 2012 യുണൈറ്റഡ് നേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ എക്കോസിസ്റ്റം സർവീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സയൻസ് പോളിസി ഇന്റർഫേസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത് 2012 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷൻ, അതിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള യൂസേജ്, ലോങ് ടേം ആയിട്ടുള്ള ഹ്യൂമൻ വെൽബീയിങ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തലാണ് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യലാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റീസെൻ്റായിട്ട് ഇവരുടെ ഒരു അസസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ PIBയിലൊക്കെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസസ്മെൻറ്റിനകത്ത് പറയുന്നത് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ഗ്ലോബലി തന്നെ വലിയ ഇതിൽ വർദ്ധിക്കുന്നതായിട്ടുള്ളൊരു കാര്യം ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഏകദേശം 60% ലോകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന എക്സ്റ്റിങ്ഷൻസിനും അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻസിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണെന്നും അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തിന് വലിയ രീതിയിലുള്ളൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ത്രെട്ട് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിൻ്റെ സ്പ്രെഡ് കാരണം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഏലിയൻ സ്പീഷീസിൻ്റെ സ്പ്രെഡിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണെന്നാണ് പറയുന്നത്. ഏകദേശം 37,000-ഓളം ഏലിയൻ സ്പീഷീസ് വേൾഡ് വൈഡ് സ്പ്രെഡ് ആവാനുള്ള കാരണം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷം ഏകദേശം 200-ഓളം പുതിയ ഏലിയൻ സ്പീഷീസുകൾ ഇത്തരത്തിൽ സ്പ്രെഡ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏലിയൻ സ്പീഷീസിൻ്റെ എണ്ണം വർദ്ധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് വർദ്ധിക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിനെ ഡിസ്റപ്റ്റ് ചെയ്യും. നേറ്റീവ് സ്പീഷീസിൻ്റെ ഡിസ്റപ്ഷൻസിനും അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനും അല്ലെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും അതിൻ്റെ എക്സ്റ്റിങ്ഷനും ഇത് കാരണമായിട്ട് മാറും. പലപ്പോഴും ഇത്തരത്തിലുള്ള എക്സ്റ്റിങ്ഷൻസ് പോലുള്ള ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജസ് ഈ ബയോഡൈവേഴ്സിറ്റിക്ക് ക്രിയേറ്റ് ചെയ്യാനും ഇത് കാരണമാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് അഗലഗ ആണ്. സോ ഈ അഗലഗ എന്ന് പറയുന്നത് മൗറീഷ്യസിലുള്ള ഒരു ഐലൻഡാണ്. അവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യക്ക് ഓൾറെഡി അവിടെ ഉള്ളൊരു എയർ സ്ട്രിപ്പും അതുപോലെ തന്നെ അവിടെ ഉള്ളൊരു ഹാർബറും നമ്മൾ പുതുതായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ഗ്രഡേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 അവിടെ ഇന്ത്യ നടത്തുന്ന മെയിൻ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എന്താണ് ഈ അഗലഗ എന്ന് മനസ്സിലാക്കുക. അഗലഗ എന്ന് പറയുന്നത് മൗറീഷ്യസിൻ്റെ ഭാഗമായിട്ടുള്ള 2 ഐലൻഡുകളാണ്. ഏകദേശം 26 സ്ക്വയർ കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്.
അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 300 ആളുകൾ മാത്രമാണ്. ഏകദേശം മൗറീഷ്യസിൽ നിന്ന് മൗറീഷ്യസിൻ്റെ നോർത്തേൺ സൈഡിലായിട്ട് 650 നോട്ടിക്കൽ മൈൽസ് ദൂരെയാണ് ഈ അഗലക സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഓഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനിലാണ് ഇത് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഇന്ത്യ ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എയർ സ്ട്രിപ്പും അതുപോലെ തന്നെ സെൻറ്റ് ജെയിംസ് ജെറ്റി അല്ലെങ്കിൽ ഹാർബറും പ്രൈം മിനിസ്റ്റർ അതിൻ്റെ അപ്ഗ്രേഡേഷൻ നടന്നതിന് ശേഷം റീസെൻ്റ്ലി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഏരിയയിലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റോഡ്, യൂട്ടിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്, ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മാരിടൈം സെക്യൂരിറ്റി എൻഹാൻസ്മെൻറ്റ്, മാരിടൈം മൗറീഷ്യസിൻ്റെ നേവി അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഒക്കെ ചേർന്നിട്ട് അവരുടെ മാരിടൈം സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും അതുപോലെ തന്നെ ഷിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേഷൻസൊക്കെ ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് കൂടാതെ ഈ മൗറീഷ്യസിൻ്റെ കീഴിൽ വരുന്ന അവരുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനെയൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് ഒക്കെ ഇന്ത്യ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതുകൂടാതെ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും ഇന്ത്യ അവിടെ നടത്തുന്നുണ്ട്. കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ലോക്കൽ പോപ്പുലേഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ മൗറീഷ്യസിൽ ഇന്ത്യ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മൗറീഷ്യസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ത്യ മൗറീഷ്യസ് ബൈലാറ്ററൽ റിലേഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് സഹായിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മൗറീഷ്യസുമായിട്ട് നമ്മൾ ഇന്ത്യനെ കണക്ട് ചെയ്യുന്ന സമയത്ത് കൾച്ചറലിയൊക്കെ ഇന്ത്യയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് മൗറീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള ബോൺസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് സഹായിക്കും. ഇന്ത്യയുടെ മാരിടൈം വിഷനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് സഹായിക്കും. ഉദാഹരണത്തിന്, ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു മാരിടൈം വിഷനാണ് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദി റീജിയൻ അല്ലെങ്കിൽ സാഗർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറയുന്നത്, ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഓഷൻ ഔട്ട്റീച്ച് പ്രോഗ്രാം, ഇതിനെയൊക്കെ ഈ അഗലേഖയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സഹായിക്കുമെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് ഈ ഒരു ഏരിയയിലുള്ള താല്പര്യം കുറച്ചും കൂടി എന്താ പറയുന്നത് അണ്ടർസ്കോർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഏരിയയിലുള്ള ചെറിയ സോവറൈൻസ് രാജ്യങ്ങളിലേക്ക്, മാരിടൈം നേഷൻസിൻ്റെയൊക്കെ ഒരു സംരക്ഷണം ഇന്ത്യ ഏറ്റെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറൊക്കെ ആയിട്ട് ഇന്ത്യ മാറുന്നതിനുള്ളൊരു എക്സാമ്പിളായിട്ട് കണക്കാക്കാൻ പറ്റും. ഇന്ത്യയുടെ റീജിയണൽ ഇൻഫ്ലുവൻസ് ഇതിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചൈനയുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള ഗ്രോയിങ് ഇൻഫ്ലുവൻസിനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ, ഇപ്പോൾ ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾ സ്ട്രാറ്റജിക്കൊക്കെ എതിരായിട്ടുള്ള ഇന്ത്യയുടെ കൗണ്ടർ ആയിട്ടും വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.